സോഷ്യൽ മീഡിയാസിലും അല്ലെങ്കിൽ ചെറിയ ഷോർട്സിൽ റീൽസിലൊക്കെ നിരന്തരമായിട്ട് ഒരു തെറാപ്പി അല്ലെങ്കിൽ ചികിത്സയാണ് നോമ്പ്. അതിനപ്പുറത്തേക്ക് ഒരു ആത്മീയ സംസ്കരണത്തിൻ്റെ ഉള്ള മറ്റു വിഷയങ്ങളൊന്നും അതിൽ ചർച്ച ചെയ്യപ്പെടുകയോ മനുഷ്യന്മാർ അതിലേക്ക് മുന്നിട്ടിറങ്ങുകയോ ചെയ്യും. വളരെ ശരിയാണത്. കാരണം നോമ്പ് കേവലം ഒരു ചികിത്സാ രീതി എന്നതുപോലെയായി മാറിയിട്ടുണ്ട്, ഒരു തെറാപ്പി പോലെ. അതായത് നോമ്പെടുത്താൽ ജീവിതശൈലി രോഗങ്ങളില്ലാതാവും, അതേപോലെ തന്നെ ഒബീസിറ്റി പൊണ്ണത്തടി കുറക്കാൻ ഏറ്റവും നല്ലതാണ്, അതേപോലെ തന്നെ ശരീര ശുദ്ധീകരണത്തിന്, ഇങ്ങനെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. യഥാർത്ഥത്തിൽ നോമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്ന ലക്ഷ്യം ഇതല്ല. അത് അതിൻ്റെ കൂടെ കിട്ടുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ നെയ്യത്തതായി കഴിഞ്ഞാൽ ആ നോമ്പ് കൊണ്ട് ഒരു കാര്യം ഉണ്ടാവില്ല. ഇപ്പോൾ വിശ്വാസികളെ സംബന്ധിച്ച് ഏതൊരു കർമ്മത്തിനും ഇൻറ്റൻഷൻ നിർബന്ധമാണ്. എന്തിനാണ് നോമ്പ്? അപ്പോൾ സൃഷ്ടാവ് എങ്ങനെയാണോ നമ്മളോട് നോമ്പെടുക്കാൻ പറഞ്ഞത് അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്താണ് നോമ്പിൻ്റെ ലക്ഷ്യം എന്നുള്ളത്. അപ്പോൾ ഒരു വിശ്വാസിയുടെ നോമ്പ് എന്ന് പറഞ്ഞാൽ സൃഷ്ടാവിനോടുള്ള അനുസരണ. അതായത് സൃഷ്ടാവ് നമ്മളോട് നോമ്പെടുക്കാൻ പറഞ്ഞു. നോമ്പിൻ്റെ വിശുദ്ധ റമദാനിൻ്റെ പ്രത്യേകത തന്നെ പറഞ്ഞത് ഷഹ്റു റമദാനുല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, അതായത് ഖുർആന് ഇറക്കപ്പെട്ട മാസമാണ്. അതുകൊണ്ട് ആ മാസത്തിലുള്ളവർ നോമ്പെടുക്കട്ടെ. എന്നിട്ട് പറയുന്നത് നോമ്പെടുത്താൽ എന്തിനാണ് നോമ്പ്? മുത്തക്കീങ്ങളാകാൻ വേണ്ടി. അതല്ലാത്ത ഒരു ലക്ഷ്യം ഇസ്ലാമിലെ നോമ്പിനില്ല. അപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ കാണുന്ന കാര്യങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നിപ്പോവുകയാണ് ആളുകളുടെ നെയ്യത്ത് മാറിപ്പോവാണ്, ഇൻറ്റൻഷൻ മാറിപ്പോവാണ്. കാരണം പല ആളുകളും നോമ്പെടുക്കുന്നത് ശരീരം മെലിയാൻ, പ്രത്യേകിച്ച് വണ്ണുള്ള ആളുകൾ നോമ്പെടുക്കുന്നത് തടി കുറക്കാൻ, പ്രമേഹ രോഗികൾ നോമ്പെടുക്കുന്നത് പ്രമേഹം കുറക്കാൻ, പ്രഷർ രോഗികൾ നോമ്പെടുക്കുന്നത് പ്രഷർ കുറക്കാൻ, ഹാർട്ട് സംബന്ധമായിട്ടുള്ള രോഗികൾ നോമ്പെടുക്കുന്നത് ഹാർട്ട് രോഗം മാറ്റാൻ. ഇങ്ങനെ രോഗം മാറ്റാനുള്ള ഒരു തെറാപ്പി ആയിട്ട് ശരിക്കും നോമ്പ് മാറുന്നുണ്ട്. അത് തീർച്ചയായിട്ടും തെറ്റായിട്ടുള്ള കാര്യമാണ്. നോമ്പ് കൊണ്ട് ലക്ഷ്യമാക്കുന്നത് തെക്കുവയാണ്, അതുപോലെ തന്നെ ദോഷം പൊറുപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതേ ഒരു രീതിയിലേക്ക് തന്നെ നോമ്പിനെ മാറ്റേണ്ടതുണ്ട്. മറ്റുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ ബൈ പ്രൊഡക്റ്റുകളാണ്. കാരണം നോമ്പെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ശാരീരിക ഗുണങ്ങളൊക്കെ അതിൻ്റെ മറ്റൊരു വശമാണ്. പക്ഷേ നമ്മളുടെ നെയ്യത്ത് അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അത് നോമ്പിനെ പ്രതികൂലമായിട്ട് ബാധിക്കും. നോമ്പ് കൊണ്ട് ഉദ്ദേശിക്കപ്പെട്ട ഗുണം ശരിക്കും നമുക്ക് ലഭിക്കാതെ പോകും. സാധാരണ നോമ്പ് കാലത്തിന് തൊട്ട് മുൻപേ ആരോഗ്യകരമായിട്ടുള്ള ചർച്ചകൾ എന്തെങ്കിലും നടത്തുമ്പോൾ കൂട്ടുകാർ സംസാരിക്കുമ്പോഴൊക്കെ അവർ ഇനി നോമ്പാണല്ലോ വരുന്നത്, നോമ്പ് കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് തടി മെച്ചപ്പെടുത്താം, തടി ഒന്ന് നല്ല ഹെൽത്തി ആയിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഒരു തടി മെച്ചപ്പെടുത്താൻ, ആരോഗ്യം മെച്ചപ്പെടുത്താൻ ഒരു രീതിയിലേക്ക് ഇന്ന് ജനങ്ങൾ മാറിയിട്ടുണ്ട്. സാർ പറയുന്നത് കറക്റ്റാണ്. അപ്പോൾ ആ ഒരു വിഷയം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം നോമ്പിന് ആരോഗ്യവശങ്ങൾ ധാരാളമുണ്ട്. കാരണം നോമ്പെടുത്താൽ ആരോഗ്യമുണ്ടാവുന്ന ഹദീസുണ്ട്, സൂമോ തസിഹോ, അത് മറ്റൊരു വശമാണ്. പക്ഷേ നോമ്പിൻ്റെ നെയ്യത്തിൽ വലിയ പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ ഈ ഒരു ചിന്ത കൊണ്ട് വരുന്നുണ്ട്.